പടത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ബാലനോ, അതെന്തായിരിക്കും ദൈവമേ ബാലൻ എന്നൊക്കെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഞാൻ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ ഷംനാത്ത ചെയ്തിട്ട് എന്തുവാണാവോ ഇത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമോ. നായികയുണ്ടല്ലോ ഫർസാനൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ വളരെ പാവം നിന്നിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാത്തിലും പതുങ്ങി. ഞാനൊരു ചില സംഭവങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പറയും, ചേച്ചി അത്രയും വേണ്ട കേട്ടോ, കുറച്ചെന്ന് പറയും. അങ്ങനെ ഞാൻ ഈ വില്ലത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു ഇങ്ങനെയൊക്കെ നിന്ന് ജയിലിൽ ഇങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെയാണ് ഡയലോഗൊക്കെ പറഞ്ഞൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിൽ. അപ്പം എന്നോട് ചേച്ചി അങ്ങനെയൊന്നും വേണ്ട, ജയിലെന്ന് പറഞ്ഞപ്പോൾ അത്ര തോന്നിയില്ല. പക്ഷെ ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴല്ലോ ഒരു ഭയങ്കര ഭീമാകാരമായ ഒരു ഡോറിൻ്റെ താഴെ ഒരു ചെറിയ ഒരു ആള് കുഞ്ഞു കയറാനല്ലേ ഒരു ഡോറ്, അതിൻ്റെ പുറത്തിങ്ങനെ അത് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അകത്തേക്ക് കയറില്ല. അന്നത്തെ എൻ്റെ കത്തുകൾ എന്നൊക്കെ പറഞ്ഞ ചാക്ക് കണക്കിന് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. അതുപോലെ ഇതൊന്നും ഇല്ലല്ലോ, ഇൻസ്റ്റയില്ല, ഒന്നുമില്ല, നമ്മളൊന്നും അറിയിക്കണ്ടേ, കത്ത് മുഖേന കത്തുകൾ ഇങ്ങനെ. അയ്യോ ഷംനാത്തെ എനിക്ക് അങ്ങ് വെറുക്കാൻ പറ്റുള്ളൂ, അത് മോളായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചിലവരൊക്കെ പറഞ്ഞിട്ടോ വെറുത്തുപോയിന്നോ കാണുമ്പോ എനിക്കും കൊല്ലം. പക്ഷെ അതൊരു അപ്രീസിയേഷൻ ആയിട്ടും പറഞ്ഞു. മമ്മൂക്കയും ലാലേട്ടനും സംസാരിക്കുന്നില്ല, അവരൊക്കെയല്ലേ വലിയ വലിയ ഇതിന്റെ ഏറ്റവും ഇതിൽ നിൽക്കുന്ന മമ്മൂക്കയും ലാലേട്ടൻ. പിന്നെ ഞാനൊക്കെ എന്ത് സംസാരിക്കാനാ. അപ്പൊ അവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, ധ്യാനും അജു ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് വലിയ സന്തോഷം. ഒരു അസോസിയേഷൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവർ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ഒരു ചെറിയ ഒരു ഇത് വന്നു. അവർക്ക് എല്ലാവർക്കും അതൊരു വിഷമം ഉണ്ടാക്കി. ശ്വേത അന്ന് തന്നെ അതിനൊരു പരിഹാരം കാണുകയും അത് അവിടെ തന്നെ അങ്ങോട്ട് സോൾവ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു ഇത് വന്നേനായിരുന്നു. ലാലേട്ടൻ ഒരു കാര്യം ഞങ്ങൾക്കൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നം വന്നാലും അമ്മയ്ക്ക് വന്നിട്ട് കുഴപ്പവും വരില്ല, ഞാനുണ്ട്. മീഡിയ വൺ ഷമോളിനൊപ്പം ബീന ആന്റണി. ഷംനാത്ത എന്ന് പറഞ്ഞാലാണ് ഇപ്പോൾ കുറച്ചുകൂടി രസം. അതെ അതെ, സ്വാഗതം. താങ്ക് യു. ബാലനിലെ സിനിമയോളം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രമായിട്ട് ഷംനാത്ത മാറുകയാണ്. തിയേറ്റർ വിസിറ്റിലൊക്കെ പ്രേക്ഷകരിൽ നിന്ന് ആ ഒരു സ്നേഹം അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം സിനിമയിൽ ഇത്ര സജീവമായ ഒരു ക്യാരക്ടറായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറിയതിലെ സന്തോഷത്തിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഭയങ്കര സന്തോഷത്തിൽ. ഇപ്പം ഞാൻ എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റിനെ കലാകാരന്മാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് സ്ക്രീനിൽ ഇതുപോലെ സിനിമയിൽ ഒരു നല്ല കഥാപാത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഓരോ കലാകാരന്മാരും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാറ്റമാണ്. ഞാൻ കുറേ നാൾ ഫിലിം ചെയ്തിട്ടാണ് സീരിയലിലേക്ക് വരുന്നത്. 40-40ഓളം ഫിലിം ചെയ്തതാണ്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ പറഞ്ഞ ഒരു സീരിയസ് ഇതിലേക്ക് എനിക്കൊന്നും ആയിട്ടില്ല. ഞാൻ വന്ന് തുടങ്ങുന്ന കാലഘട്ടം, ചെറിയ പ്രായം, വലിയ എക്സ്പീരിയൻസ് ഇല്ല. അഭിനയം എന്ന് പറഞ്ഞ് എനിക്കൊരു വലിയ എവിടെ നിന്നും നമ്മൾ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നാടകത്തിൽ ഒന്നും ഒരു ഇതില്ലല്ലോ. പക്ഷേ അന്നത്ര സീരിയസ് കഥാപാത്രങ്ങളും വന്നില്ല. അപ്പം എല്ലാം സഹോദരിമാരും കൂട്ടുകാരികളും പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് കഥാപാത്രം. യോധയിലൊക്കെ എനിക്ക് ഭയങ്കര എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് യോധയിലെ ലാലേട്ടൻ്റെ സിസ്റ്റർ. അതേപോലെ പൊന്നാരത്തോട്ടത്തെ രാജാവിൽ നല്ല അത്യാവശ്യം ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു ചേച്ചിയുടെ ഒപ്പവും ജഗദീഷേട്ടൻ്റെ ഒപ്പം, അതുപോലെ മമ്മൂക്കയുടെ ഒപ്പം ഉണ്ട്. 2 പടം തുടങ്ങുന്ന തന്നെ മമ്മൂക്കയുടെ ഒപ്പമാണ്. വലിയൊരു ക്രൂവിൻ്റെ കൂടെ സത്യനന്ദിക്കാട്, ലോഹിദാസ്, മമ്മൂക്ക എന്ന് പറഞ്ഞ വലിയൊരു ഫ്രെയിമിലാണ് ഞാൻ വരുന്നത് ആദ്യം. അപ്പോൾ അതിനുശേഷം ഞാൻ സീരിയലിലേക്ക് ആയിപ്പോയി. പിന്നെ എനിക്ക് വലിയ ഗ്യാപ്പ് വന്നു. എന്നെ കുറേ വിളിച്ചില്ല, ഞാനും ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ മോൻ്റെ വരവും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ വളർച്ചയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ എന്താ പറയുക, ദൈവമായിട്ട് തീരുമാനിച്ച ടൈമാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എൻ്റെ അത്രയും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ നടക്കുന്ന അറിയില്ല. ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ പ്രാർത്ഥനയായിരുന്നു, ഭഗവാനെ എനിക്കൊരു ക്യാരക്ടർ. ഇപ്പോഴത്തെ സിനിമകളെ കാണുമ്പോൾ ഇങ്ങനെ കൊതിച്ചാൽ ഞാൻ കാണുക. ഓരോരുത്തർ കഥാപാത്രം ചെയ്യുമ്പോൾ ഈശ്വരൻ എനിക്ക് അങ്ങനെ ഒന്ന് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും. അതും ആ വിളി കേട്ട് ഗണപതി എന്നെ വിളിക്കുന്നു, വിഘ്നേശ്വരൻ ഗണപതി വിളിച്ചിട്ടാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു വേഷം തന്നത്. ചിദംബരത്തിനോട് പറയണു, അവരുടെ ക്രൂ അങ്ങനെ ഫിക്സ് ചെയ്യണു, അങ്ങനെ ആ ക്യാരക്ടർ. മിനി സ്ക്രീനിൽ ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം സിനിമയിലേക്ക് എത്താൻ ഇപ്പോൾ ഇത്രയും നല്ല കഥാപാത്രത്തിലേക്ക് എത്താൻ ഒരു അകലമുണ്ടെങ്കിൽ പോലും ഓഡിയൻസിന് ഇടയിൽ ഭയങ്കര അടുപ്പമുള്ള ഒരാളാണല്ലോ. അപ്പം ഈ ഒരു സീരിയൽ ആരാധകർക്കിടയിൽ നിന്നുള്ള ഒരു മറുപടിയൊക്കെ എങ്ങനെയാണ്? ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ അധികം ഉറങ്ങിയ സമയം വളരെ കുറവാണ്. കാരണം അത്രയും എനിക്ക് ഓരോരുത്തർക്കും മറുപടി പറയാനും, കാരണം ഇൻസ്റ്റയിലാണെങ്കിലും പിന്നെ അല്ലാതെ പേഴ്സണലി ആണെങ്കിലും ഒക്കെ ഞാൻ എല്ലാവർക്കും ഞാൻ ഇതുവരെയൊന്നും ഇപ്പോൾ ഇൻസ്റ്റയിൽ എല്ലാവരും ഒന്നും വെറുതെ ഹായ് എന്നിട്ടാലൊന്നും ഞാനങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ ഇതിനെന്നെ അപ്രീഷിയേറ്റ് ചെയ്തവർക്കും എൻ്റെ അടുത്ത് മെസ്സേജ് പറഞ്ഞവർക്കും ഒരാളെപ്പോലും ഞാൻ
അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ട് എല്ലാവർക്കും അത് റിക്വസ്റ്റ് ആണെങ്കിലും എനിക്ക് വന്ന് കിടക്കുന്നതായാലും എല്ലാത്തിലും ഞാൻ ഇരുന്ന് സമയം കിട്ടുന്നത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, സന്തോഷം എന്ന് വെച്ചാൽ എന്നെ എല്ലാവർക്കും ഒരേപോലെ സന്തോഷം. കാരണം എന്നെ ഇങ്ങനെ ഇതുപോലെ നല്ല കഥാപാത്രം കാണാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആരാധകരും എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ, അവർക്കൊക്കെ ഒരുപാട് സന്തോഷം. മാമിനിങ്ങനെ അല്ലെങ്കിൽ ചേച്ചിനെ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ ഇതുപോലും നല്ലൊരു കഥാപാത്രത്തിൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും മെസ്സേജ് ചെയ്തത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് അല്ലാത്തത് സോഷ്യൽ മീഡിയയിലും എന്താണ് മീഡിയ അങ്ങനെ എവിടെ നിന്നൊക്കെയാണ് എനിക്കറിയില്ല. എന്നെ ഇപ്പം 2 മീറ്റിങ്ങിന് പോയപ്പോഴും എല്ലാവരും കണ്ടവരൊക്കെ ആദ്യം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞതും എന്നെ വിളിച്ചതൊക്കെ ഷംനാത്താന്നായിരുന്നു. അത് ഭയങ്കര മനസ്സ് ഗണപതിയുടെ കോള് വരുന്ന സമയത്ത് ഇപ്പം ബാലൻ പോലൊരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, സിനിമ എന്നുള്ളത് ഏത് കഥാപാത്രമാണെങ്കിലും എടുക്കാം എന്നുള്ളൊരു മനസ്സിലാണല്ലോ നിൽക്കുന്നത്. ഇത് ഇത്ര വലിയൊരു ഹിറ്റായി മാറുമെന്നും ഇങ്ങനൊരു ക്ലാസിക് സിനിമയുടെ ഭാഗമാകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴെങ്കിലും തോന്നി? ഒരിക്കലും. പക്ഷേ ഒരു കാര്യം എനിക്കറിയായിരുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സും ജാനമൻ പോലെയൊക്കെ എടുത്ത ആ ഒരു ഗ്യാങ്ങാണ്. അപ്പം എന്തായാലും ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമയായിരിക്കും. എന്തായാലും എനിക്ക് ഒരിക്കലും മോശമാവുന്നൊന്നും എനിക്ക് ഒരു ഇതില്ല. നല്ലൊരു സംഭവമായിരിക്കും അവർ അടുത്തത്. ഒരു പിള്ളേർ ഭയങ്കര ബ്രൈറ്റ് അല്ലേ എല്ലാവരും, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അവർ പുതിയ പുതിയ എക്സ്പെരിമെൻസ് ആണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ ഒരു ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ ഈ പടത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ബാലനോ, അതെന്തായിരിക്കും ദൈവമേ ബാലൻ എന്നൊക്കെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഞാൻ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ ഷംനാത്ത ചെയ്തിട്ട് എന്തുവാണാവോ ഇത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമോ എനിക്ക്. പിന്നെ എൻ്റെ നായികയുണ്ടല്ലോ ഫർസാനയൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ വളരെ പാവം നിന്നിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാത്തിലും പതുങ്ങി. എനിക്ക് ഇതിൻ്റെ വേറെ ഒന്നും എനിക്ക് അറിയില്ലല്ലോ. ഭയങ്കര അത് തന്നെ. എനിക്ക് പിന്നെ ഞാനതിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. എൻ്റെ കഥാപാത്രം എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ചിദംബരത്തിൻ്റെ തീർച്ചയായിട്ടും പറയുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. ഞാനൊരു ചില സംഭവങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പറയും, ചേച്ചി അത്രയും വേണ്ട കേട്ടോ, കുറച്ചെന്ന് പറയും. അങ്ങനെ പിന്നെ എനിക്ക് ആ ഒരു ട്രാക്ക് കിട്ടി. ആദ്യം എനിക്ക് പറഞ്ഞപ്പോൾ എനിക്കൊരു ഞാൻ ഈ വില്ലത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു ഇങ്ങനെയൊക്കെ നിന്ന് ജയിലിൽ ഇങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെയാണ് ഡയലോഗൊക്കെ പറഞ്ഞൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിൽ. അപ്പം എന്നോട് ചേച്ചി അങ്ങനെയൊന്നും വേണ്ട, ചേച്ചി സാധാരണ മഞ്ഞുമൽക്കാരിയല്ലേ, അങ്ങനെ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഒരു സാധാരണ ലെവൽ. പക്ഷെ ആ കഥാപാത്രത്തിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ എനിക്ക് ഏകദേശം മനസ്സിലായി. അതിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന സംസാരത്തിന് ഓരോ ഡയലോഗ് സിമ്പിളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അവർ പറയുന്നതിൽ. ഭയങ്കര കണ്ണിങ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്, അവരൊന്നും ഭയപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് കഥാപാത്രം അങ്ങനെ ചെയ്തു വന്നപ്പോൾ 2 സീനായപ്പോൾ തന്നെ എനിക്ക് തോന്നി അതിൽ എന്തൊക്കെയോ സംതിങ് എന്തോ ഒളിച്ച് കിടക്കുന്നുണ്ട് എന്ന്. ഓരോ സീനിൽ വരുമ്പോഴും ഷംനാത്ത എത്തുമ്പോൾ ഭയങ്കര സ്കേറി ആണ് എന്ന് ആണ് ആളുകൾ പറയുന്നത്. ഇവരിനി വരേണ്ടതില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പം ആ കഥയുടെ ആ ഒരു പോർഷൻ വിവരിച്ചു തരുന്ന സമയത്ത് അത്തരത്തിൽ ഷംനാത്തയെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് സ്ക്രിപ്റ്റ് ഗണപതി ഒരു ഇത് തന്നിരുന്നു. എനിക്ക് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ ഗണപതി ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട്, പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചിദംബരം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, ചേച്ചി ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ്. അല്ലാണ്ട് എനിക്ക് മറ്റേ കൂടുതൽ ഒരു ഭയങ്കര ഇതൊന്നും അവർ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അവർ ഭയങ്കര സിമ്പിളായിട്ടാണ് എല്ലാത്തിനും എടുക്കുന്നത്. ഭയങ്കര പിന്നെ എന്തൊരു ഫ്രീഡം, അയ്യോ എന്തൊരു സുഖമാണ് അവരുടെ സെറ്റിൽ വർക്ക് ചെയ്യാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി തീർന്നില്ല എന്ന് പറയണം. 4-5 ദിവസമല്ലേ ഞാൻ ആകെ ഷൂട്ട്. എനിക്ക് ആ ഒരു മൊത്തം സെറ്റിൻ്റെ കൂടെ എന്താ പറയുക, കൊതി തീരെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു 3 സീൻസ് അല്ലേ വന്നുള്ളൂ. അതൊരു ഭയങ്കര സങ്കടം തന്നെ. എന്ത് രസമുള്ള ലൊക്കേഷനും ആ സെറ്റും വൈബും. പിള്ളേരാണല്ലോ എല്ലാം, ഇവരുടെ ആ തരത്തിലുള്ള വൈബിലുള്ള കുട്ടികളാണല്ലോ എല്ലാവരും. പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഭയങ്കര രസമായിട്ട് ആ ഒരു സെറ്റ് സമയമൊക്കെ ഭയങ്കര, അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഈ കുറേ കാലഘട്ടത്തിന് ശേഷമുള്ളേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ലൊക്കേഷനിൽ തന്നെ തോന്നുന്നു. എനിക്ക് എല്ലാം ഭയങ്കര പുതുമയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഞാൻ എല്ലാം നോക്കി കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ എക്സൈറ്റ്മെന്റും ഭയങ്കര ത്രില്ലും. ആ തലേദിവസമൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞ, പോണ ദിവസമൊന്നും. ഭയങ്കര രസമുള്ള ലൊക്കേഷൻ ആണല്ലോ. വയനാട് എന്താ ഭംഗി. പിന്നെ ഫസ്റ്റ് കണ്ണൂർ സെൻട്രൽ ജയിലും ചുറ്റപ്പോ. ജയിലിലെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാ? കിടുങ്ങിപ്പോയി ഞാൻ ശരിക്കും. ഭയങ്കര ഭയം തോന്നി എനിക്ക്. ജയിലെന്ന് പറഞ്ഞപ്പോൾ അത്ര തോന്നിയില്ല. പക്ഷെ ആ ഡോറിന്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴല്ലോ ഒരു ഭയങ്കര ഭീമാകാരമായ ഒരു ഡോറിന്റെ താഴെ ഒരു ചെറിയ ഒരു ആള്
കുഞ്ഞു കയറാനല്ലേ ഒരു ഡോറ്, അതിന്റെ പുറത്തിങ്ങനെ അത് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അകത്തേക്ക് കയറാൻ. നമുക്ക് ആദ്യം പേര് എഴുതി അവിടെ സാങ്ഷനൊക്കെ കിട്ടി ഓരോരുത്തർ ഇതൊക്കെ കെട്ടിയിട്ട് വേണം അകത്ത് തന്നെ കയറാൻ. അപ്പം ഇങ്ങനെ അവിടെ ഞാനും എൻ്റെ അസിസ്റ്റന്റ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ, പിന്നെ പോലീസുകാർ വരണു പോണു ഓരോരുത്തർ, ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ, ഒരു വല്ലാത്തൊരു ഫീൽ. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കിടുകിടുപ്പായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയാണ് നമ്മുടെ ഈ അടുത്ത് ഉണ്ടായ കുറേ ക്രൈമിൽ ഉണ്ടായ സ്ത്രീകളൊക്കെ കിടന്നിരുന്ന ഇപ്പുറത്തൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു അത്. അവരുണ്ടോ ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അതൊരു ഭയങ്കര സംഭവമായിട്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഏരിയയിലേക്കൊന്നും പിന്നെ ഞങ്ങളുടെ ഷൂട്ടും മാത്രമേ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസും ആയിരുന്നു. പിന്നെ സിങ് സൗണ്ടും അല്ലേ, അപ്പൊ നമുക്ക് വേറെ ശബ്ദങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി. സിങ് സൗണ്ടിലേക്ക് വരുമ്പം സീരിയലുകളിൽ നേരെ വിപരീതമായിട്ടുള്ള ഒരു പാറ്റേൺ ആണല്ലോ ഫോളോ അതെ, ഫുൾ പ്രോംപ്റ്റ് ചെയ്യാ, കേട്ട് പറയാ, ഒന്നും പഠിക്കണ്ടല്ലോ. അതിന് വ്യത്യാസമായിട്ട് ഈ ഡബിങ് പോലും അല്ല, സിങ് സൗണ്ടിലേക്ക് വരുമ്പം അതെങ്ങനെയാ ഡയലോഗ്സ് ഒക്കെ എങ്ങനെ മനപ്പാടാക്കി? ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു, ഉള്ള കാര്യം പറയാം. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാവരും ഇപ്പൊ പുതിയ വരുന്ന തലമുറയിലെ കുട്ടികളൊക്കെ എന്നെയൊക്കെ പറയുമോ ചേച്ചിക്കൊക്കെ എന്ത് സുഖമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ശ്വാസം മുട്ടക്കി എന്ന് വെച്ചാൽ പഠിക്കണ്ടേ ഇത് എങ്ങനെയാണ്. എനിക്ക് ഞാൻ സിങ് സൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏതോ ഒരു ചാനലിൽ, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ. പിന്നെ എനിക്ക് അങ്ങനെ സിങ് സൗണ്ട് ചെയ്ത് എനിക്ക് പരിചയമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, എങ്ങനെ വരും, എങ്ങനെയായിരിക്കും ഞാൻ തെറ്റിക്കുമോ, എനിക്കിത് ഓർമ്മയിൽ നിൽക്കുമോ, അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ കുറേ നേരത്തെ അങ്ങനെ പഠിക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ആ ഡയലോഗൊക്കെ എനിക്ക് ഓർത്ത് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. എനിക്കത് മര്യാദക്ക് ചെയ്യാൻ ആ ഒരു ടെൻഷനിൽ അവിടെ എക്സ്പ്രഷൻ മാറി പോരുത്. ഇതൊക്കെ ഉണ്ടല്ലോ, പല കാര്യങ്ങളുണ്ടല്ലോ അല്ല, പല ഒരു ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ഡയലോഗ് ഓർക്കണം, അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ പോവൂ, എൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. കുറേ ആങ്സൈറ്റീസ് ഉണ്ടായിരുന്നു. ഒരു കടയുടെ ഉള്ളിലെ സീനിൽ ത്രൂ ഔട്ട് സംസാരിക്കുന്ന ശബ്ദത്തെയാണ്, അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊന്നും മിണ്ടുന്നില്ല ഫർസാനയുടെ കഥാപാത്രം. അപ്പം ഈ ബാലൻസിങ് ഉണ്ടല്ലോ, ഒരു സീനില്ല ഇപ്പുറം നിൽക്കുന്ന ആളൊന്നും മിണ്ടാതിരിക്കുകയും ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടിയും വരുന്ന ഒരു ചലനം. അതെ, അത് ഫസ്റ്റിലത്തെ കൊണ്ട് എനിക്കത് അങ്ങോട്ട് മാറി. ആദ്യത്തെ ഈ എന്താണ് നമ്മുടെ ജയിലിലെ സീനിൽ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഓപ്പോസിറ്റ് ആളുടെ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. അവരെല്ലാം ഇങ്ങനെ പേടിച്ച് പിടിച്ചാണല്ലോ. അപ്പം എനിക്കത് ഇതിൽ ഞാൻ കുറേ പഠിച്ചിരുന്നു, വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ മറ്റേത് ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കി അങ്ങോട്ട് എന്താണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് അവളുടെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അവളെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്കൊന്ന് അവളിലേക്കൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ പറയാനുള്ളതും അവളെ തേടിയാണല്ലോ ഞാൻ നടക്കുന്നത്. അപ്പോൾ അവളെ കണ്ട സന്തോഷവും നമുക്ക് ആ കാര്യങ്ങൾ ഇവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞ് ഒന്ന് റെഡിയാക്കാനുള്ള ഒരു വ്യഗ്രതയൊക്കെയായിരുന്നു എനിക്ക്. അപ്പം അതങ്ങോട്ട് ഈ ക്യാരക്ടറിലേക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബിഹൈൻഡ് സ്റ്റോറി ഷംനാത്താക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഈ ഒരു ക്യാരക്ടറിന്റെ ബിഹൈൻഡ് സ്റ്റോറി എന്തിനാണ് ഫർസാനെ അല്ലെങ്കിൽ ആ അമ്മയെ തെരഞ്ഞെടുക്കുന്നത്? ഒന്നും പറഞ്ഞില്ല. സ്പോട്ടിൽ ഇന്ന് അഭിനയിക്കുക, ഈ സംഭവം ചെയ്യുക, അത് അത്രേ ഉള്ളൂ. എൻ്റെ ക്യാരക്ടർ അവർ ജസ്റ്റ് പറഞ്ഞത്. അതിന് സ്ക്രിപ്റ്റ് വന്നപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ആ ഡയലോഗിൻ്റെ ഡെലിവറിയുടെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താണ്. പിന്നെ നെഗറ്റീവാണ് അവർ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, ഇങ്ങനത്തെ ഒരു സാധനമാണെന്നൊക്കെ എനിക്ക് ഗണപതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിദംബരം വന്നപ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെയാണ്, ഇത് ഈ സീൻ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നു. ഞാൻ അസോസിയേറ്റ് വന്ന് എല്ലാം കൃത്യമായിട്ടൊക്കെ പറഞ്ഞു തന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും കൂടുതലൊന്നും അതിൻ്റെ അകത്തൊന്നും ഞാൻ ഇതിലേക്ക് പോയിട്ടില്ല. ഇതിലിപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് ആളുകളെ ഓഡീഷൻ ചെയ്തിട്ട് എടുത്തതിന് ശേഷമാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. പക്ഷേ ഷംനാത്തക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു ഓഡീഷൻ നടന്നായിട്ട് കേട്ടിട്ടില്ല. ആദ്യം അപ്രോച്ച് ചെയ്തത് ബീന ആന്റണിയെ തന്നെയാണ്. ഗണപതി ആണെന്ന് തോന്നുന്നു, ഞാൻ ഒന്നും കേട്ടില്ല. ഗണപതി എന്നെ വിളിച്ചു, എന്നെ ഫിക്സ് ആയി എന്ന് തോന്നുന്നു. എനിക്കതിനെ അറിയില്ല, വേറെ ആരും പറഞ്ഞായിട്ടൊന്നും കേട്ടില്ല. ഇവരാരും പറഞ്ഞവിടെ ഞാൻ കേട്ടില്ല, എന്നോട് അവനും പറഞ്ഞിട്ടില്ല. എന്നെ അവരിങ്ങനെ ആലോചിച്ചു, എന്നെ വിളിച്ചു എന്ന് തോന്നുന്നു, എന്നെ ഫിക്സ് ചെയ്തു. അത് എൻ്റെ അവനങ്ങനെ തോന്നിയതും എല്ലാം ദൈവാനുഗ്രഹം എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു. ചിദംബരം ആണെങ്കിലും ഗണപതി ആണെങ്കിലും മക്കളായിട്ട് വന്നിട്ടുള്ളതാണ്, അഭിനയിച്ചിട്ടുള്ളതാണ് മുൻപെന്ന് പറഞ്ഞു. അവരിൽ നിന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. സിനിമയിൽ മുൻപ് നിന്നിരുന്ന നല്ല കഥാപാത്രങ്ങളായി നിന്നിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ ഇത്ര അധികം അനുമോദനങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ചെയ്തത് എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത പോലും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ശേഷം കുറെ നാളുകൾക്ക് ശേഷം സിനിമയിൽ വരുമ്പോൾ ഉള്ള ഈ ഒരു റിസപ്ഷൻ ഒരു പക്ഷേ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനു മേലെ എനിക്ക് അപ്രീസിയേഷൻ കിട്ടേണ്ട ഒരു കഥാപാത്രമായിരുന്നു അത് എന്ന് തോന്നി എന്തെങ്കിലും മുന്നിൽ സിനിമ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല, ഇത്രയും ഇത് കിട്ടേണ്ട ഒരു കഥാപാത്രം ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടില്ല. ഏത് സിനിമയില്? യോധയിൽ ഓഫ് കോഴ്സ് അവരുടെ ആ ഒരു ഭയങ്കര നല്ല മൂവി ആയിരുന്നല്ലോ അത്. പിന്നെ അതുപോലെ തന്നെ ഗോഡ് ഫാദർ, കൂട്ടുകാരികളൊക്കെ ആയിരുന്നു. പക്ഷെ അതിലൊന്നും ഭാഗമായി എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെതായിട്ടൊരു സീനിന് എന്തെങ്കിലും ഒരു എലവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തു എന്നൊന്നും
എനിക്ക് അവകാശപ്പെടാനില്ലല്ലോ. എന്നെ ഒന്ന് സൈൻ ചെയ്തിടാനായിട്ടുള്ള ഒരു സംഭവം വന്നത് ഇപ്പോഴാണ്. ഈ ഒരു പടം എടുക്കുമ്പോൾ എന്തായാലും എന്നെ ഒന്ന് ഓർക്കാതെ പോകാൻ പറ്റൂലല്ലോ. ഷംനാഥയും കൂടെ അതിൻ്റെ അകത്തൊന്ന് രേഖപ്പെടുത്തണം. അതൊരു ഭാഗ്യം ഇപ്പോഴാണ് കിട്ടിയത്. പല സംവിധായകരാലും ഭാവിയിൽ നല്ലൊരു നടിയാവും എന്ന് പേര് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഒരു പോയിന്റിൽ പെട്ടെന്ന് സിനിമയിൽ നിന്ന് ഇല്ലാതായത് എങ്ങനെയാ സീരിയലിലോട്ടൊരു ഞാൻ തന്നെ അത് ചെയ്തതാണ്. കാരണം ഞാൻ കുറേ ഇങ്ങനെ സിസ്റ്ററും കൂട്ടുകാരികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കാലടി ഓമന ചേച്ചിയാണ് എന്നെ TS അജിക്ക് ഫോട്ടോ അയച്ചിട്ട്, ഇങ്ങനെ നല്ലൊരു കുട്ടി വന്നിട്ടുണ്ട് നമ്മുടെ സീരിയലിൽ. സാറന്ന് സീരിയലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സാറിന് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചപ്പോൾ. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പം പെട്ടെന്ന് തന്നെ ഇണക്കമിണക്കത്തിലേക്ക് എന്നെ അങ്ങോട്ട് കാസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഞാനും പ്രേംകുമാറും കൂടി ഒരു 6 എപ്പിസോഡ് നല്ല രസമായിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പം തന്നെ ഒടികൂടെയും കുഞ്ഞുപെങ്ങളിലേക്ക് കാസ്റ്റ് ചെയ്തു. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു അന്ന്. ചേച്ചി എന്ന് പറഞ്ഞ് ഭയങ്കര നല്ല മുട്ടത്ത് വർക്കി കഥ ഭയങ്കര ഇതായിരുന്നു, ഒരു കൂടെയും കുഞ്ഞുങ്ങളും. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യമായിട്ട് എന്നെ ഒരു കുടിയിരുത്തുക എന്ന് പറയില്ലേ. അന്നത്തെ എൻ്റെ കത്തുകൾ എന്നൊക്കെ പറഞ്ഞ ചാക്ക് കണക്കിന് ഇങ്ങനെ കൂട്ടി വെക്കും. അതുപോലെ ഇതൊന്നും ഇല്ലല്ലോ, ഇൻസ്റ്റയില്ല, ഒന്നുമില്ല, നമ്മളൊന്നും അറിയിക്കണ്ടേ. കത്ത് മുഖേന കത്തുകൾ ഇങ്ങനെ ദൂരം കത്തുകളാണ്, ചോര കൊണ്ട് എഴുതിയ കത്തുകൾ വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തപസ്യ വന്നപ്പോഴേക്കും പിന്നെ വിവാഹ അഭ്യർത്ഥനകളുടെ വയസ്സായ ആളുകളുടെ വരെ എനിക്ക് അഭ്യർത്ഥന വന്നിട്ടുണ്ട്. ഒരു കല്യാണം കഴിക്കാത്ത ഒരാൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി വന്നിട്ട്, ഒരു പ്രായമുള്ളവരാണോ, ജുബയൊക്കെ ഇട്ട്, വൈറ്റ് ജുബയൊക്കെ ഇട്ട്, അപ്പച്ചനോട് ആ വീടൊക്കെ നോക്കി അങ്ങനെ ഈ വീടൊക്കെ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ അപ്പച്ചനൊന്നും മനസ്സിലാവണില്ല, ഇരിക്കൂ സംസാരിക്കുന്നൊക്കെ പറയും. മോള് മൂത്ത ആളുണ്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടില്ല, ഓക്കെ, ഇളയ ഒരു പെൺകുട്ടിയുണ്ട്, എല്ലാം നമുക്ക് ശരിയാക്കാം. കറക്റ്റ് തപസ്യ പോലെ തന്നെ പുള്ളി പറയാണ്. പുള്ളി ആ പ്രതാപചന്ദ്രന്റെ ക്യാരക്ടറായിട്ട് വന്നിരിക്കണേ. എന്നെ കല്യാണം കഴിക്കാന്ന് പറയണത്. അപ്പൊ ചേച്ചിയും പുള്ളി പിടിപ്പിച്ചോളാം, അനിയത്തിക്ക് എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോളാം, ഇപ്പൊ തന്നെ എഴുതി വെക്കാന്ന് പറയണം. നല്ല കാശുകാരനാ, എല്ലാം ഞാൻ ചെയ്തോളാം, എനിക്ക് മോളെ തന്നാ മതി എന്നാ പറയണേ. അപ്പച്ചൻ പെട്ടെന്ന് റേസ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച അങ്ങനെയൊന്നും പറയരുത്, കാരണം പുള്ളിക്ക് ദേഷ്യം വന്നാൽ പുള്ളി വല്ലതൊക്കെ വിളിച്ച് പറയേ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, ഇത് എന്നോടുള്ള ആ ക്യാരക്ടർ കണ്ട് ഇതിൽ വന്നിരിക്കുന്നത്, അപ്പം അങ്ങനെയൊന്നും പറയരുത്. കാര്യമായിട്ട് അപ്പച്ചൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അവളുടെ കല്യാണം മോളുടെ ഒക്കെ കഴിഞ്ഞ് അവൾക്ക് കുറേ അഭിനയിക്കാൻ അതൊക്കെ കഴിഞ്ഞത്, ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് സ്നേഹത്തോടെ വിടാൻ പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയാണ് അങ്ങനെയൊക്കെ വിട്ടത്. അങ്ങനെയൊക്കെ വരെ വന്നിട്ടുണ്ട് എനിക്ക്. ഒരുപക്ഷെ ഇത്രയധികം കത്തുകൾ, സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരിക്കും സീരിയലിൽ അങ്ങനെ നിലനിർത്തിയതല്ലേ. ഇപ്പോഴും സ്റ്റിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ, അത് ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞത് വേറെ ആർക്കും അധികം കിട്ടാത്തൊരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയത്. പ്രേക്ഷകരുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കയറി പറ്റാൻ പറ്റി. അപ്പോൾ അതെനിക്ക്, ഞാൻ ഇനി എത്ര നെഗറ്റീവ് ചെയ്താലും ചിലരൊന്നും ഷംനാത്തെ പോലും വെറുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. എന്നിൽ ഉള്ളിലൊരു സ്നേഹം എന്നോട് വെച്ചിട്ട് ഞാനാണല്ലോ എന്ന് ഓർക്കും, പക്ഷേ പാവം ബീനയാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അങ്ങോട്ട് വിട്ട ആളൊക്കെ ഉണ്ട് എനിക്ക് ഇൻസ്റ്റയിലുണ്ട്. ഷംനാത്തെ എനിക്ക് അങ്ങ് വെറുക്കാൻ പറ്റുള്ളത് മോളായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചിലവരൊക്കെ പറഞ്ഞിട്ടോ, എനിക്ക് വെറുത്തുപോയിന്നോ കാണുമ്പോ എനിക്കും കൊല്ലം. പക്ഷെ അതൊരു അപ്രീസിയേഷൻ ആയിട്ടും പറഞ്ഞു. അത്ര അങ്ങനെ തോന്നിപ്പിക്കാൻ ആ ക്യാരക്ടറിന് കഴിഞ്ഞെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയും പറയുന്നുണ്ട്, രണ്ടും ഉണ്ട്. മുൻപ് വന്നിരുന്ന സീരിയലുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ സീരിയലുകളുടെ സ്വഭാവത്തിൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഗ്രേഡ് താഴ്ന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം മൊത്തം ഒരു മേക്കപ്പിലും ആഭരണത്തിലും മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുള്ള, നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞൊരു രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വന്നു. അതെങ്ങനെയാ വ്യത്യാസം മനസ്സിലാക്കിയിരുന്നോ സ്വയം? ഞാൻ ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത പണ്ടത്തെ കഥാപാത്രം നിലാവറിയുന്നു എന്നൊക്കെ പറഞ്ഞ ശ്യാമപ്രസാദ് സാറിന്റെ വർക്കൊക്കെ ചെയ്ത ആളാണ് ഞാൻ. നിലാവറിയുന്നു, തോറ്റങ്ങൾ എന്ന് പറഞ്ഞ വർക്ക്, ശ്രീകുമാരൻ നമ്പി സാറിന്റെ മദർ തെരേസ പോള്, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് ഇതെല്ലാം. പിന്നെ തപസ്യ പോലുള്ള വേഷങ്ങൾ, പിന്നെ പട്ടോലപ്പൊന്നെന്നും പറഞ്ഞ് ഞാനും M.R. ഗോപകുമാറും കൂടെ ചെയ്തൊക്കെ, എന്തു തിരശീലയ്ക്ക് പിന്നിൽ, ഇങ്ങനെ എത്ര നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഞാൻ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ ഹീറോയിൻ കാലഘട്ടം കൂടെ കഴിഞ്ഞതോടുകൂടി നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ അമല എന്ന് പറഞ്ഞൊരു സീരിയലാണ് വലിയൊരു നെഗറ്റീവ്സ്. അത് ജോയ്സ് തന്നെ തരുന്നത് എനിക്ക്. തപസ്യൊക്കെ തന്ന ആൾ തന്നെയാണ് ജോയ്സ് സാറും ശ്രീമോയിസുമാണ് തരുന്നത്. അതങ്ങോട്ട് ചെയ്തപ്പോഴേക്കും പിന്നെ അന്ന് അത്ര വലിയ ഈ ആടയാഭരണങ്ങളൊന്നുമില്ല കേട്ടോ. സുധർമ്മ കുറച്ചൊരു ഒതുക്കവും ഇതൊക്കെ ഉള്ളവളായിരുന്നു, എങ്കിലും വലിയൊരു കോടീശ്വരൻ്റെ ഭാര്യയെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെ വേറൊരു ചേഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം പോവാൻ നമ്മൾ ഫോഴ്സ്ഡായി. ഞാൻ മാത്രം ഇപ്പം നെഗറ്റീവ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല.
ഇത് നിൽക്കുന്നില്ല എനിക്ക്. അപ്പോൾ എനിക്ക് കുറച്ച് ഞാനും ആ ഒരു വഴിയെ ഓടേണ്ടി വരും. പക്ഷെ സത്യം പറഞ്ഞാൽ ഉള്ളുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇത് ആടയാഭരണങ്ങൾ ഇടുന്നതിലല്ല, നമ്മൾ ഈ എന്താണ് പട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ഈ കിച്ചണിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ശ്രമിക്കും. ഏത് ഇപ്പം നമ്മളൊരു സീരിയലിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒരു ദിവസം ഇത്ര എപ്പിസോഡ് എടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ഇതുണ്ട്. ഇത്ര സീൻ അവർക്ക് ഷൂട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് മേക്കപ്പ് ചേഞ്ച് ചെയ്യാനോ നമുക്ക് വേറെ ഒരു സൗകര്യം, ഇപ്പോൾ ഒരു മേക്കപ്പ് ചെയ്തു ഞാൻ നല്ല ബ്രൈറ്റ് ആയിട്ട്, അതിൻ്റെ അടുത്ത സീൻ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന സീനായിരിക്കും. അപ്പം നമുക്കത് ചേഞ്ച് ചെയ്യാൻ ടൈമൊന്നും തരില്ല. ഇതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ തന്നെ പോയി അങ്ങോട്ട് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾ അസിസ്റ്റൻസ് പിള്ളേരോട് ഇതൊക്കെ ഞാൻ പ്രത്യേകം പറയും, എനിക്ക് അങ്ങനത്തെ സീനുണ്ടെങ്കിൽ നേരത്തെ പറയണം, എനിക്ക് കുറച്ച് ഇത് മാറ്റണം, ഞാൻ ഇത് മുടിയൊക്കെ അഴിച്ച് ഇതൊക്കെ ചെയ്യും. ഞാൻ പിന്നെ ഇങ്ങനെ സാരി കുത്തിയൊന്നും വീട്ടിൽ നടക്കല്ലേ, പ്ലീറ്റ്സ് കിട്ടുമെന്നും ഞാൻ അങ്ങനെ നിൽക്കാറില്ല. അങ്ങനെയൊക്കെ കുറേയൊക്കെ ഞാൻ ശ്രമിക്കും. എങ്കിലും ഈ ചിലപ്പോൾ സാരി മാറാൻ ടൈം കിട്ടിയില്ലെന്ന് വരും. ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് കുറേ സാഹചര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ചിലവർ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും പട്ടുസാരി കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു പെർഫെക്ഷനിൽ അവർ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കും. എന്ത് ഡ്രസ്സ് എങ്ങനെ ഇടുന്നു, നല്ല രീതിയിൽ ശ്രദ്ധിക്കും. ആ ഒരു വ്യത്യാസം എങ്ങനെയാ പ്രൊഫഷണലായിട്ട് ഇതിനെ കണ്ടു? അജഗജാന്തരം. അവിടെ സീരിയലിൽ ഞാൻ എന്തുടുക്കുന്നോ, ഞാൻ ഏത് സാധനങ്ങളാണ് കൊണ്ടുവരുന്നോ ആർക്കും അവിടെ ഒരു പിടുത്തവും ഇല്ല. നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉടുത്തുകളിലും അങ്ങോട്ട് ഷൂട്ടാ. അല്ലാണ്ട് ഒരു സച്ചിൻ്റെ ഞാൻ ചിലപ്പോൾ വെറുതെയെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്ററോടും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, ദിനേശ് വെള്ളത്തോ അല്ലെങ്കിൽ ജോയ്സ് സാർ, അവരോടൊക്കെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യും. എൻ്റെ ഹീറോയിൻ കാലഘട്ടത്തിൽ സാർ ഞാൻ പിന്നെ സുത്രമ്മ ചെയ്തപ്പോഴൊക്കെ ഞാനൊന്ന് വെറുതെ സാർ എങ്ങനെയാണ്, ഞാൻ സാറിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ എടുക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാരി എടുക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് വെറുതെ ഡിസ്കസ് ചെയ്യും. ഒന്നും നടക്കുന്നില്ല. എന്ത് ഞാൻ എടുത്തുകൊണ്ട് വരണോ, ഞാൻ എന്ത് കൊണ്ടുവരണോ അതിട്ടങ്ങോട്ട് എടുക്കുക. മറ്റേത് അതല്ല. എൻ്റെ ഹെയർ ഡ്രസ്സർ വന്നു, അതിൻ്റെ നേരത്തെ കോസ്റ്റ്യൂമർ വന്ന് അതെന്ത് വേണമെന്ന് തീരുമാനിച്ചു, അവരതുപോലെ എല്ലാം ചെയ്തു. എൻ്റെ ചെരുപ്പ് മുതൽ എൻ്റെ കാല് നഖം വരെ മുടി വരെ എല്ലാവരാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതില്ല എൻ്റെ അകത്ത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൺസീവ് ചെയ്യുന്നത് പോലെയാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഇതല്ല, ഇത് നമ്മളായിട്ട് അങ്ങോട്ട് അപ്പോൾ തന്നെ നമുക്ക് മൊത്തമായി ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് തീർച്ചയായിട്ടും. അയ്യോ, സിനിമ കുറച്ച് നാളായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ പോലും സിനിമാ സംഘടനയിൽ ഭയങ്കര സജീവമായിട്ട് നിന്നിരുന്ന ഒരാളാണ്. ശ്രദ്ധിച്ചിരുന്ന കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തുടർച്ചയായി ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളും കൂടിയായിരിക്കും. സംസാരിച്ച് കഴിഞ്ഞു, അതിന് എനിക്ക് കിട്ടുകയും ചെയ്തു നല്ല ബേഷായിട്ട്. ഇനി ഒന്നും ചോദിക്കണ്ട അമ്മയെ പറ്റി. കാരണം എന്തെങ്കിലും, കാരണം ഒന്നാമത്തെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 32 വർഷവും അവിടെ നിൽക്കുന്ന ആളാണ്. തുടങ്ങിയ അന്ന് നമ്മുടെ അവിടെ ഇത് അസോസിയേഷൻ ആരംഭിച്ച അന്ന് അവിടെ തിരുവനന്തപുരത്ത് ഇത് തുടങ്ങി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരുന്നു, എറണാകുളത്ത് നിന്ന് ഞങ്ങൾ കാലിക്കറ്റ് പോകുന്നു. ആ യാത്രയിലൊക്കെ പല എന്തോ യാത്ര ചെയ്യുന്നത്, വലിയ വലിയ വണ്ടികളിൽ ഞങ്ങൾ മമ്മൂക്ക, ലാലേട്ടനും ശോഭന ചേച്ചി എല്ലാവരും കൂടി ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ പെർഫോം ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായ ഞാൻ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിൽ പോലും എനിക്കിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്കൊന്നും മുന്നിട്ട് പോയി സംസാരിക്കാൻ പറ്റില്ല. കാരണം മമ്മൂക്കയും ലാലേട്ടനും സംസാരിക്കുന്നില്ല. അവരൊക്കെയല്ലേ വലിയ വലിയ ഇതിൻ്റെ ഏറ്റവും ഇതിൽ നിൽക്കുന്ന മമ്മൂക്കയും ലാലേട്ടൻ. പിന്നെ ഞാനൊക്കെ എന്ത് സംസാരിക്കാനാ? ഞാനൊക്കെ വെറും അശുവല്ലേ, പറഞ്ഞാൽ അത് വലിയ ഇതിൽ വരും. മനസ്സിലായില്ലേ? അഭിപ്രായങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അത് പിന്നെ വലിയ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ അമ്മയുടെ അവിടെ ഉണ്ടായ ഇഷ്യൂസ്, ഇപ്പം സ്ത്രീകൾ വന്നപ്പോൾ വലിയ സന്തോഷമായിരുന്നു. ഉള്ള കാര്യം എല്ലാവരും വളരെ ഉറ്റുനോക്കിയ ഒരു എങ്ങനെയായിരിക്കും ഇവരുടെ ഭരണമെന്നൊക്കെ അറിയാം. പക്ഷേ അവരുടെ ഇടയിലുള്ള ചെറിയ പാളിച്ചകൾ കൊണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ലേ എന്ന്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പുറത്തേക്ക് വന്നപ്പോൾ എത്ര ഭീകരമായിട്ടാണ് വന്നത്. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയിലിട്ടും നിങ്ങളുടെ മീഡിയാസിലേക്ക് വരുമ്പോഴേക്കും അത് ഭയങ്കര ഭീകര പ്രശ്നമായി. അപ്പോൾ പറയാൻ എനിക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അഭിപ്രായം കൊണ്ട് ഉള്ളിൽ തോന്നാറുണ്ട് പല കാര്യങ്ങളും. പക്ഷെ നമുക്കത് വെളിയിലേക്ക് പറയാൻ ഞാനൊന്നും ആളല്ല. ഞാനൊന്നും അതിനകത്ത് വെറും ഒരു അംഗം മാത്രമാണ്. അത് പറയേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു ഇതിലല്ല, ഞാനും അവരുടെ ഭരണ ഇതിലേക്കൊന്നും എനിക്ക് ഇത് കൈനീട്ടം വാങ്ങുന്ന ആളാണ്. അപ്പം എനിക്ക് അതിലേക്ക് പോകാനും പറ്റില്ല. പക്ഷേ ഒരു അംഗം എന്ന നിലയിൽ, ഒരു അമ്മയിലെ അംഗം എന്ന നിലയിൽ ഞാൻ എപ്പോഴും അഭിമാനത്തോടെ എപ്പോഴും പറയും അമ്മയിൽ എനിക്കെന്നും അഭിമാനമാണ് ഞാൻ അമ്മയിലൊരു അംഗം എന്ന് പറയുന്നതിൽ.
അതിനിപ്പോൾ ആര് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കും എന്തുകൊണ്ടാണ് അവിടെ ഇത്ര സന്തോഷത്തോടെ വരുന്നത്? ആ ഒരു സംഘടനയോടുള്ള ഇഷ്ടം, ആ ഒരു ഗെറ്റ് ടുഗദറിനോടുള്ള സ്നേഹവും അതൊക്കെ കൊണ്ടല്ലേ. അതുപോലെയാണ് എല്ലാവരും. ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതും അത്രയും അധികം ഇനിഷ്യേറ്റീവ്സ് എടുത്ത് ഓരോന്നും ചെയ്യുന്നതും അമ്മയാണ്. ആയിട്ടുള്ള സംഘടനയാണ് അമ്മയാണ്. അമ്മയെ കൊണ്ട് സാധിക്കാത്തായിട്ടൊന്നുമില്ല എന്നും ഒന്നുമില്ല. ഇപ്പൊ ഇതുവരെയുള്ള ഈ 3 പതിറ്റാണ്ടായി അമ്മയുടെ ആ ഒരു യാത്ര, അതിൽ പല രീതിയിൽ അമ്മയ്ക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തരുന്ന കൈനീട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത സഞ്ജീവിനി പദ്ധതിയുണ്ട്. അത് അൻസിബയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ. അങ്ങനെയല്ല, നേതൃത്വത്തിലൊന്നുമല്ല. അൻസിബ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അല്ല, അത് ഓരോ സെക്ഷൻ ഓരോരുത്തരെ ഏൽപ്പിക്കുമല്ലോ. അപ്പൊ അത് ആര് കൈകാര്യം ചെയ്യും? അൻസിബ ചെയ്യും. അൻസിബ നോക്കിക്കോ. അങ്ങനെ അവൾ അത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ അത്രേ ഉള്ളൂ. അത് അൻസിബ കൊണ്ടുവന്ന പദ്ധതിയൊന്നുമല്ല. ഇത് പദ്ധതികൾ ഓരോന്നായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കും. ആ മെഡിസിൻ എന്നാൽ ഇയാൾ നോക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ കാര്യം ഒരാൾ നോക്കിക്കോളൂ. അങ്ങനെ ഓരോളെ ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ അൻസിബ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിരുന്നു. അവൾ എല്ലാവരും വിളിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ അവൾ ജോയിന്റ് സെക്രട്ടറി ആയപ്പോൾ അത് ആശ അരവിന്ദും റോണിയൊക്കെ ആയിട്ട് ചെയ്തു. അവരും അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൻസിബ ഒരു നേതൃത്വ നിരയിലേക്ക് വന്ന സമയത്ത് എല്ലാവരും പുറത്തുനിന്ന് നമുക്ക് കാണുന്ന അമ്മ നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. അപ്പം പുറത്തുനിന്നുള്ള ഓഡിയൻസ് പറയുന്നുണ്ടായിരുന്നു, വല്ലപ്പോഴും ഒരിക്കലും ഒരു സിനിമ ചെയ്യുന്ന ആളെങ്ങനെയാണ് ജനറൽ ബോഡിന്റെ അല്ലെങ്കിൽ ഇതിന്റെ സംഘടനയുടെ നേതൃത്വത്തിലേക്കൊക്കെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അൻസിബയ്ക്കെതിരെ വന്നിരുന്ന ട്രോളുകളും കമന്റുകളും അത്തരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ പറയണെങ്കിൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ജനറൽ സെക്രട്ടറി ആയ കുക്കുവോ ഡെയിലി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആ ഒരു അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പുകൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? അതൊരിക്കലും സിനിമ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. പടം ചെയ്യൂ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അൻസിബ ഇപ്പൊ ദൃശ്യം എന്ന് പറഞ്ഞ ഇത്രയും പടങ്ങളിൽ ലാലേട്ടന്റെ ഒപ്പം ഏറ്റവും മെയിൻ ഇത് ചെയ്തുകൊണ്ടിരിക്കണ അവളല്ലേ. പിന്നെ അവളെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. ആ ഒരു അതിൻ്റെ ഒരു എന്താണ് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പടം ചെയ്യുന്നതോ ചെയ്യാത്തതോ അല്ല. നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ നമ്മൾ കുറച്ച് സീനിയേഴ്സും കൂടി വേണം, ജൂനിയേഴ്സും എല്ലാ ആൾക്കാരും വേണം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ചെയ്ത് പരിചയമുള്ളവരും അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കാനൊക്കെ കുറച്ച് സീനിയേഴ്സ് ആൾക്കാർ വേണം ഡെഫിനറ്റായിട്ടും. പിന്നെ നമ്മുടെ പുതിയ തലമുറ ഒരുപാട് ഇങ്ങോട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നായകന്മാരും മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ഇതും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ സരയു ആവട്ടെ, അൻസിബായിട്ട് ഇവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. നല്ല സംസാരിക്കാൻ ഇവരൊക്കെ ഒരു കാര്യം വന്ന് അവതരിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവർക്കൊക്കെ ആ കഴിവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവൾ കൊള്ളാട്ടോ, അവൾ അതിന് വെക്ക്. അത് നമ്മൾ തിരിച്ചറിവാണ് അതിൻ്റെയൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളിങ്ങനെ വരികയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവൾ നല്ല ഇതാണ് കേട്ടോ, നമുക്ക് അവളെ ഏൽപ്പിക്കാം ഇന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാണല്ലോ. അപ്പോൾ അവൾ നിൽക്കാം, നല്ല കാര്യം, അവൾ നിൽക്കട്ടെ, അവൾക്ക് അതിന് ചെയ്യാനുള്ള ഇതുണ്ടെന്ന് നമ്മൾക്ക് അറിയാം. അങ്ങനെയാണ്. അല്ലാണ്ട് അവിടെ സിനിമയും ഇത് ചെയ്തു വെച്ചിട്ടല്ല, അതൊന്നുമല്ല അതിന്റെ ക്രൈറ്റീരിയ. ഭരണസമിതി മൊത്തമായിട്ടും രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ആളുകളെ അഡ്വോ കമ്മിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഇനി എന്താ ഒരു സാധ്യത അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ തലപ്പത്തേക്ക് വരാൻ? ഇപ്പോഴും പഴയ ഇത് തന്നെ പറ്റുള്ളൂ. കാരണം ഞങ്ങളൊക്കെ പോലുള്ളവർക്ക് വരാൻ പറ്റില്ല. കുറേ പേരുണ്ട് അങ്ങനെ മറ്റേ നമ്മുടെ കൈനീട്ടം വാങ്ങുന്നവർക്കൊന്നും വരാൻ പറ്റില്ല. അപ്പം അല്ലാത്തവരാരാണ് ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം, ആരോഗ്യപരമായിട്ടും പിന്നെ വിളിക്കുമ്പോൾ നമുക്ക് ഓടി വരണം, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഇനി നോക്കും. പിന്നെ സ്വമേധയാ മുന്നോട്ട് വരും കുറേ പേര്. ഏതിപ്പോൾ നീനയൊക്കെ അങ്ങനെയല്ലേ വന്നു, നീന വന്നു, ആശ അരവിന്ദ് വന്നു, റോണി വന്നു, സിജോ വന്നു. ഇവരൊക്കെ പുതിയ ഇപ്പോഴത്തല്ലേ വന്നു, അതിന് മുന്നേ ഉള്ളവരൊന്നും അല്ല. ഇവരൊക്കെ ഇപ്രാവശ്യമാണ് വന്നത്. അതേപോലെ അടുത്ത ആൾക്കാർ വരും. അപ്പോൾ അവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, ധ്യാനും അജു ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് വലിയ സന്തോഷം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഞാനിവർ പറയും വരുമെന്നും പറഞ്ഞ് ഞാൻ പറയുന്നതല്ല. അങ്ങനെയൊക്കെയാണ് അവർ ബീന ആന്റണി പറയുന്നു, അടുത്തത് ആസിഫ് അലിയും സിജോ ഇവരൊക്കെ വരുമെന്ന്. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ് കേൾക്കുന്നതാണ്. അവിടെ അവരൊക്കെ വരാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അവർ വരും. അവരൊക്കെ വന്നാൽ നല്ല കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികളൊക്കെ വരണം. ചാക്കോച്ചൻ വന്നാൽ നല്ലതാണ്, പൃഥ്വിരാജ് വന്നത് നല്ലതാണ്. ഇവരൊക്കെ വന്ന് എന്ത് രസമായിരിക്കും. അവരും നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും എല്ലാവരും കൂടിയുള്ള ഒരു സംഘടന എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സ്ട്രോങ് ആയിരിക്കും അത്. അങ്ങനെ ഒരു ഇത് കാണാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. നമ്മുടെ യങ്സ്റ്റേഴ്സും സീനിയേഴ്സൊക്കെ കൂടെ എല്ലാം കൂടിയുള്ള ഒരു നേതൃത്വ നിരയിലുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട്. അമ്മ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന സമയം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ സമയത്താണ്. ആ സമയത്ത് അമ്മയിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളെയൊക്കെ തിരികെ ക്ഷണിക്കുമായിരുന്നു എന്നൊരു പ്രതീക്ഷ പുതിയ ഒരു ഭരണസമിതി വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നിങ്ങൾക്കും ഉണ്ടായിരുന്നു? അതേപോലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു.
പക്ഷെ അതിലൊന്നും ഇപ്പോൾ ഒരു വർഷം കയറിയിട്ട് കുറച്ചായാലും അപ്പം തന്നെ ഓരോരോ കുറേ സംഭവങ്ങളൊന്നും അവരതിനൊന്നുള്ള അവർക്കൊന്നിനും ഒരു ടൈം കിട്ടിയിട്ടില്ല തോന്നുന്നു. എന്തെങ്കിലും ഒരു ഇതെടുക്കാനായിട്ട് അവർക്കൊരു സമയം വേണ്ടേ, അവർ സംസാരിക്കാനും അവരെ കൊണ്ടുവരാനും ഒന്നുമുള്ള ടൈം കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള പിന്നെ ഒരു കാര്യമുണ്ട്, ഈസി മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് നടക്കും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഈ ജനറൽ ബോഡിയിലും പിന്നെ നിങ്ങൾ മീഡിയക്കാർ പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെ അറിയണത്. അല്ലാതെയൊന്നും അവിടുത്തെ എന്ത് നടക്കുന്നൊന്നും നമ്മൾ സത്യത്തിൽ അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അറിയരുതെന്നാണ് ഞാൻ പറയണത്. അവിടെ എന്ത് സംഭവം ഉണ്ടായാലും അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരു 17 അംഗങ്ങളുള്ള ഒരു സമിതിയാകുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ അഭിപ്രായം അല്ല മോളുടെ അഭിപ്രായം അല്ലേ, പലർക്കും പല അഭിപ്രായമാണ്. അതെല്ലാം ഒരുമിച്ചെടുത്തിട്ട് എന്താണ് നമുക്ക് എടുക്കേണ്ട തീരുമാനം, അല്ലെങ്കിൽ ഏതിലാണ് ന്യായം ഏതാണ് അന്യായം എന്നൊക്കെ നമുക്ക് തിരിച്ചറിവുണ്ടാവുകയും അതിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് ചെയ്യേണ്ടിരുന്നത്. അവിടെ എവിടേക്കോ പറ്റിയ ചെറിയ ചെറിയ പാളിച്ചകളാണ് ഇവർക്ക് പറ്റിയത്. അല്ലാണ്ട് ഭീകരമായ ഒരു പ്രശ്നത്തിലല്ല ഇവർ ഇപ്പോൾ. ഇതൊക്കെ എല്ലാം സോൾവ് ആവുമല്ലോ, ശ്വേതയൊക്കെ തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഈ അവസാനം നടന്ന ഈ ഇത്രയും വലിയ രാജിവെക്കൽ നടന്ന ആ ഒരു സമയത്ത്, ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ ഇവർക്കെതിരെ വോട്ട് ചെയ്തവരുടെ എണ്ണം ഈ പറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു. ഒരു വലിയ അംഗങ്ങൾ ഇവർക്കെതിരെ നിന്നിരുന്നു. സത്യമാണത്, ഞാൻ ഉണ്ടായിരുന്നല്ലോ. അത് അത്തരം വലിയൊരു മാസ് അവർക്കെതിരെയുള്ള ഒരു നിൽക്കാൻ കാരണമായ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതൊക്കെ തന്നെ. കാരണം ഇവർ ഈ പുറത്തു പോയിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നഷ്ടപ്പെട്ടിരുന്നു. അതെ, അത് കാരണം ഒരു അസോസിയേഷൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവർ പ്രവർത്തിച്ചു എന്നൊക്കെ ഒരു ചെറിയ ഇത് വന്നു. അവർക്ക് എല്ലാവർക്കും അതൊരു വിഷമം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞു, ഇവർ പിന്നെയും അത് ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും അതൊരു മടുപ്പ് തോന്നി. അതാണ് ആക്ച്വലി ഉണ്ടായത്. നിങ്ങളത് ഒന്ന് വന്നു, അന്ന് അതിനെ തടുക്കണം, രണ്ടാമത് വന്നു അതും. അപ്പോൾ അതൊരു കൺട്രോൾ ഇല്ലാതെ പോവുകയാണോ? ഇതിനെയൊന്നും ഒരു പ്രസിഡൻ്റായ ശ്വേതയ്ക്ക് അതിനൊരു ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും പേർക്ക് കൂടിയിരുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത എന്താണെന്നുള്ളൊരു തോട്ട് വന്നു എല്ലാവർക്കും. അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചു ഇനി ഇവർ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നത് തോന്നിയിട്ടുണ്ടാവാം. ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് അവിശ്വാസ പ്രമേയത്തിൻ്റെ ഒപ്പം നിൽക്കണം എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, സ്ത്രീകൾ അങ്ങനെ അത്രയും ഒരു ഇതിലേക്ക് വേണ്ട. അവർക്ക് കുറച്ചും കൂടി സാവകാശം കൊടുത്താൽ തെറ്റുകൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ചെറിയ തെറ്റുകളല്ലേ, അതൊക്കെ തിരുത്തി അവർക്ക് കൊടുക്കാൻ ഇത്തിരി കൂടി ടൈം കൊടുക്കാമെന്നൊക്കെ തോന്നി. പക്ഷെ അപ്പോഴേക്കും ഭൂരിഭാഗം ആൾക്കാരും ഒരു ഒപ്പോസിഷൻ പറഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റരുത്. അങ്ങനെയല്ല ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, അതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത്രയും ഓപ്പോസിഷൻ വരുമ്പോഴേക്കും പിന്നെ അവർക്ക് വേറെ വഴിയില്ലാതെ വന്നു. അതാണ് സംഭവിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് അവിടെ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ ഒരു അറ്റം വരെയൊന്നും ഇത് പോവില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ശ്വേത അന്ന് തന്നെ അതിനൊരു പരിഹാരം കാണുകയും അത് അവിടെ തന്നെ അങ്ങോട്ട് സോൾവ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു ഇത് വന്നേനായിരുന്നു. പക്ഷെ അത് വരാതെ ഇത് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇത് കൂടുതൽ ഇത്രയും വഷളായത്. നമ്മുടെ മമ്മൂക്ക ലാലേട്ടനുണ്ടല്ലോ, ലാലേട്ടൻ ഒരു കാര്യം ഞങ്ങൾക്കൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നം വന്നാലും അമ്മയ്ക്ക് ഒന്നിട്ട് കുഴപ്പവും വരില്ല, ഞാനുണ്ട്. ആ ഒരു പ്രോമിസ് വലിയൊരു പ്രോമിസാണ് അത് തന്നത്. അതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ലാലേട്ടൻ ഉണ്ട് നമുക്കൊപ്പം, മമ്മൂക്കയുണ്ട്, ഓഫ് കോഴ്സ് മമ്മൂക്കയുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്. മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ലാലേട്ടൻ, ഇവർ 3 പേരും സ്ട്രോങ് പില്ലേഴ്സായിട്ട് നമ്മുടെ അമ്മയുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഭാഗ്യം. പക്ഷേ ഈ സ്ത്രീകളുടെ ഇത് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൽ മാത്രമേ ഒരു വിഷമമുള്ളൂ ശരിക്കും. അമ്മ പഴയതുപോലെ പുതിയ നേതൃനിരയായിട്ട് ഉഷാറായി വരട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. താങ്ക് യു. അതുപോലെ ബീന ആൻ്റണി എന്ന അഭിനേതാവിന് ഇപ്പോൾ ഷംനാത്തെ പോലെ രജിസ്റ്റേർഡ് ആവുന്ന നല്ല നല്ല കഥാപാത്രങ്ങളും ഭാവിയിൽ ഉണ്ടാവട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു.